ഇന്നലെയായിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് സന്നാഹ മത്സരത്തിൽ 60 റൺസിന്റെ വലിയ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത്. 5-ാം തീയതിയാണ് T20 ലോകകപ്പിന്റെ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം നടക്കുന്നത്. അയർലൻഡാണ് എതിരാളികൾ. മത്സരത്തിൽ വിജയത്തോടെ തന്നെ തുടങ്ങാനായിരിക്കും ടീം ഇന്ത്യയുടെ ശ്രമം. അതിനു മുന്നോടിയായി ഇന്ന് നടന്ന പരിശീലനത്തിൽ എല്ലാ താരങ്ങളും ഗ്രൗണ്ടിൽ ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ടീം ഇന്ത്യക്ക് വേണ്ടി കളിക്കാതിരുന്ന സൂപ്പർ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലി ഇന്ന് പരിശീലനത്തിലിറങ്ങി. സഞ്ജുവും കുറെ നേരം ബാറ്റിംഗ് പരിശീലനത്തിൽ ഏർപ്പെട്ടു. ആദ്യത്തെ മത്സരത്തിലുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. സഞ്ജു സാംസൺ കഴിഞ്ഞ മത്സരത്തിൽ 6 ബോളിൽ 1 റൺസ് മാത്രമാണ് നേടിയത്. എന്നാൽ സഞ്ജുവിന്റെ പ്രധാന എതിരാളിയാണ് എന്ന് കരുതപ്പെടുന്ന ഋഷഭ് പന്ത് മത്സരത്തിൽ 50 അടിക്കുകയും ചെയ്തു. ഇന്നലെ ഓപ്പണിംഗിൽ സ്ഥാനം കിട്ടിയിട്ടും അത് മുതലാക്കാനാകാതെ പോയത് സഞ്ജുവിന് വലിയ തിരിച്ചടിയാണ്. കാരണം വിരാട് കോഹ്ലി ടീമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വൺ ഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പണിംഗിലോ ആണ് കളിക്കാൻ സാധിക്കുക. അതോടൊപ്പം യശസ്വി ജയ്സ്വാളും ഓപ്പണിംഗിനായി അവസരം കാത്തു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന അവസരങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ടീമിൽ നിന്ന് തന്നെ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും രോഹിത് ശർമ്മയായിരിക്കും ഓപ്പണിംഗിലെ ഒരു താരം. സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരും പ്ലേയിങ് 11-ൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.